Hi friends, welcome back to Parallels Planet. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഫ്രെയിം ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഗ്ഷെൽ ആണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറിയ തരിയോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ റെഡ് അക്രിലിക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു കാർഡ്ബോർഡാണ്. അതിലേക്ക് ഞാൻ ഏത് ഫോട്ടോ ആണോ ഫ്രെയിമിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോയുടെ സൈസിൽ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് എടുക്കുകയാണ്. കവർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു A4 സൈസ് വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. വലിയ ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഫ്രെയിം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ പേപ്പർ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ A4 സൈസിലുള്ള പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ്.
ഇനി അതിലേക്ക് കുറച്ച് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രെയിമിൻ്റെ ബാക്ക് വൈറ്റ് കളറിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഇതിനൊന്ന് വൈറ്റ് കളർ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് അവിടേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതാ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 3 റോസ് ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ വലിയ കാശ് മുടക്കുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. വീട്ടിൽ വേസ്റ്റായി കളയുന്ന നമ്മുടെ മുട്ടത്തോടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.